നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവന്റെ ആത്മഹത്യയിൽ അറസ്റ്റിലായ പെൺകുട്ടികളുടെ വൈദ്യപരിശോധന പൂർത്തിയായി. പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിലാണ് വൈദ്യപരിശോധന നടത്തിയത്. 3 പേർക്കെതിരെയും ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി. മൂവരെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും. മിഥുൻ മുരളി ചേരുന്നു വിവരങ്ങളുമായി. മിഥുൻ, ഈ 3 പെൺകുട്ടികൾ അറസ്റ്റിലായിരിക്കുന്നു. നടപടിക്രമങ്ങൾ പുരോഗമിച്ചു. ഈ വൈദ്യപരിശോധനയൊക്കെ കഴിഞ്ഞു. അപ്പോൾ എപ്പോഴാണ് ഇവരെ കോടതിയിൽ ഹാജരാക്കുന്നത്? തുടർ നീക്കങ്ങൾ എന്താണ്? വീണ, അമ്മുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കുടുംബം ആരോപണം ഉന്നയിച്ച 3 സഹപാഠികളായിട്ടുള്ള പെൺകുട്ടികളാണ് അറസ്റ്റിലായത്. ഇന്നലെയാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. അക്ഷിത, അഞ്ജന, അലീന എന്നിവരെ വിശദമായി തന്നെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തു. അതിനുശേഷമാണ് ഇന്ന് രാവിലെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. തുടർന്ന് വൈദ്യപരിശോധനയ്ക്കായി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു. വൈദ്യപരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ തിരികെ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലേക്ക് ഇവരെ എത്തിച്ചു. ഇന്ന് ഉച്ചയോടുകൂടി കോടതിയിൽ ഹാജരാക്കും. കൂടുതൽ അന്വേഷണവും മറ്റു കാര്യങ്ങളും നടപടിക്രമങ്ങളും പൂർത്തിയാക്കുന്നതിന് വേണ്ടി പോലീസ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കാനാണ് സാധ്യത. ഈ 3 പേർക്കുമെതിരെയായിരുന്നു അമ്മു സജീവന്റെ കുടുംബം ആരോപണം ഉന്നയിച്ചത്. 3 പേരിൽ നിന്നും നിരന്തരമായിട്ടുള്ള മാനസിക പീഡനം അമ്മു സജീവന് നേരിടേണ്ടി വന്നു എന്നുള്ളതായിരുന്നു മാതാപിതാക്കളുടെയും സഹോദരന്റെയും മൊഴി. ഇതുമായി ബന്ധപ്പെട്ട് അമ്മുവിന്റെ പിതാവ് ആത്മഹത്യയ്ക്ക് മുൻപ്, അമ്മു സജീവൻ ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപ് തന്നെ ഈ 3 സഹപാഠികളായിട്ടുള്ള പെൺകുട്ടികളിൽ നിന്ന് അമ്മുവിന് നിരന്തരം മാനസിക സമ്മർദ്ദം ഏൽക്കേണ്ടി വരുന്നു എന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോളേജ് പ്രിൻസിപ്പലിന് പരാതിയും നൽകിയിരുന്നു. ഈ പരാതിയിൽ ചുട്ടിപ്പാറ SME കോളേജ് പ്രിൻസിപ്പൽ ഈ 3 വിദ്യാർത്ഥിനികൾക്കും മെമ്മോ നൽകുകയും വിശദീകരണം തേടുകയും ചെയ്തു. ഇവർ നൽകിയിരിക്കുന്ന വിശദീകരണം തങ്ങളുടെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, ഇനി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആവർത്തിക്കില്ല എന്നുള്ളതായിരുന്നു. അത് കൃത്യമായി തന്നെ തങ്ങളുടെ ഭാഗത്തുനിന്ന്, ഈ 3 വിദ്യാർത്ഥിനികളുടെ ഭാഗത്തുനിന്ന് വീഴ്ച സംഭവിച്ചു, തെറ്റ് ഉണ്ടായി എന്ന സമ്മതിക്കുന്ന തരത്തിലായിരുന്നു എന്നത് കണക്കിലെടുത്തുകൊണ്ടാണ് പോലീസ് ഇവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിക്കൊണ്ട് കൂടുതൽ നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. ഒപ്പം തന്നെ അമ്മുവിന്റെ മാതാപിതാക്കൾ, കോളേജ് പ്രിൻസിപ്പൽ, ടീച്ചർമാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ മൊഴികളും പോലീസ് നേരത്തെ തന്നെ രേഖപ്പെടുത്തിയിരുന്നു. ഈ മൊഴികളും ഒപ്പം തന്നെ അമ്മുവിന്റെ പിതാവ് SME കോളേജ് പ്രിൻസിപ്പലിന് നൽകിയിരിക്കുന്ന ഈ 3 വിദ്യാർത്ഥിനികളിൽ നിന്നും തുടർച്ചയായി അമ്മുവിന് മാനസിക പീഡനം ഏൽക്കേണ്ടി വരുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നൽകിയിരിക്കുന്ന ഈ പരാതിയിൽ ഈ 3 വിദ്യാർത്ഥിനികൾ അഞ്ജന, അക്ഷിത, അലീന എന്നിവർ നൽകിയിരിക്കുന്ന ഈ വിശദീകരണം തെറ്റ് സമ്മതിക്കുന്ന തരത്തിലായിരുന്നു. എന്നീ കാര്യങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഇവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. നേരത്തെയും ഈ സംഭവത്തിൽ ദുരൂഹത പുറത്തു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽ നിന്നടക്കമുള്ള പ്രതിഷേധം വ്യാപകമായി ഉയർന്നിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അമ്മു സജീവൻ ഈ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്തത്. തുടർന്ന് ദുരൂഹത പുറത്തു കൊണ്ടുവരണമെന്ന കുടുംബം ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും ഇക്കാര്യത്തിൽ പ്രതിഷേധം ശക്തമാക്കി. തുടർന്ന് അന്വേഷണം വേഗത്തിലാക്കുകയായിരുന്നു. ഇങ്ങനെ നടത്തിയ അന്വേഷണത്തിലൊടുവിലാണ് ഈ 3 സഹപാഠികളായിട്ടുള്ള വിദ്യാർത്ഥിനികളിൽ നിന്നുള്ള മാനസിക പീഡനം സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം കാര്യക്ഷമമായി തന്നെ പുരോഗമിക്കുകയും ഇത് സംബന്ധിച്ചിട്ടുള്ള തെളിവുകൾ പോലീസ് ശേഖരിക്കുകയും ചെയ്തത്. അമ്മുവിന്റെ ഫോൺ രേഖകളടക്കം പോലീസ് ശേഖരിച്ചിരുന്നു. ഫോറൻസിക് പരിശോധനയിൽ ഈ 3 വിദ്യാർത്ഥിനികളുമായിട്ട് അമ്മു നടത്തിയിരിക്കുന്ന സംഭാഷണങ്ങളടക്കം പോലീസ് ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം മറ്റ് മൊഴികൾ, ഇതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്താം, ഇവർക്ക് അമ്മുവിന്റെ ആത്മഹത്യയിൽ പങ്കുണ്ട്, ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താം എന്നുള്ള ഒരു കണ്ടെത്തലിലേക്ക് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ 3 വിദ്യാർത്ഥിനികളും അമ്മുവിന്റെ ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. പിന്നീട് ഇവർ തമ്മിലുള്ള ചെറിയ തർക്കങ്ങൾ വലിയ ഭിന്നതകളിലേക്ക് വഴിമാറുകയായിരുന്നു. അമ്മുവിനെ ടൂർ കോർഡിനേറ്റർ ആക്കിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇത്തരത്തിലുള്ള തർക്കം നിലനിന്നിരുന്നു. ഇങ്ങനെ ഭിന്നതകളും തർക്കങ്ങളും വലിയ വഴക്കുകളിലേക്കും മറ്റും നീങ്ങുകയായിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു അമ്മു നിരന്തരമായിട്ടുള്ള മാനസിക സമ്മർദ്ദം ഇവരിൽ നിന്നും ഏൽക്കേണ്ടിയും വന്നത്. ഈ കാരണങ്ങൾ തന്നെയാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത്. ഇതൊരു കൊലപാതകമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ കുടുംബം വലിയ ആരോപണമായിട്ട് ഉന്നയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ പോലീസ് തുടക്കം മുതൽ തന്നെ ഇത് ആത്മഹത്യ എന്നുള്ള ഒരു പ്രാഥമിക നിഗമനത്തിലേക്കാണ് എത്തിയത്. ഈ ആത്മഹത്യ ആണ് എന്ന് പോലീസ് ഉറപ്പിച്ചു. പക്ഷേ ആത്മഹത്യയ്ക്കുള്ള കാരണം കണ്ടെത്തുകയായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പോലീസ് അന്വേഷണത്തിലൂടെ നടത്തിക്കൊണ്ടിരുന്നത്. ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ 3 പേർക്കുമെതിരെ ഇപ്പോൾ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിരിക്കുന്നത്. ഉടൻ തന്നെ ഇവരെ പത്തനംതിട്ട കോടതിയിൽ ഹാജരാക്കും. ശരി മിഥുൻ, ഏതായാലും ഈ വൈദ്യപരിശോധന പൂർത്തിയായവരെ ഇപ്പോൾ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഉടൻ തന്നെ അവരെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും.